ആ ലൈവ് കൊടുക്കുന്ന ആളുകൾ കൈപൊക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ക്ലാസ് നിർത്തിവെക്കാം. ആമുഖമൊന്നും പറഞ്ഞ സമയം നീട്ടുന്നില്ല. നേരെ ഇൻഷാ അല്ലാഹ് നമുക്ക് ദർസിലേക്ക് വരാം. അതിന്റെ ഇടക്ക് ബുധനാഴ്ച നമ്മൾ ദർസിന്റെ ശേഷം സംശയം ചോദിച്ച കൂട്ടത്തിൽ നമ്മളെ പ്രിയപ്പെട്ട ആലുരാജിന്റെ സംശയം ഒരു ഇബാറത്തിനെ സംബന്ധിച്ച് ആയിരുന്നു. എന്ന് പറഞ്ഞിടത്ത് അവിന്തകല മിന്യദിൻ ലി ഉഖറ എന്നത് എങ്ങോട്ട് ബന്ധപ്പെടുന്നു എന്നതാണ്. മഹാന്മാരായ ഹാഷികൾ ഒന്നിലധികം രൂപം അതിന് പറഞ്ഞിട്ടുണ്ട്. അതായത് വെള്ളം മുസ്താമലാവണമെങ്കിൽ ഉപയോഗിക്കപ്പെട്ട മഹല്ലിൽ നിന്നും വേർപിരിയണം എന്ന് പറഞ്ഞു. ആ വേർപിരിയൽ വലോ ഹുക്കുമൻ, യഥാർത്ഥത്തിൽ എന്നല്ല, പക്ഷേ ഹുക്കുമൻ വേർപിരിഞ്ഞു. അതിന്റെ രൂപം പറഞ്ഞു. കാഞ്ചാവസ മങ്കബൽ മുത്തവല്ലിഹി ഔ റുക്ബതഹു, വുളു ചെയ്യുന്നവൻ കൈ കഴുകുന്ന വെള്ളം അവന്റെ മങ്കിബിനെയും വിട്ടുകടന്നു. അപ്പോ യഥാർത്ഥത്തിൽ പിരിഞ്ഞിട്ടില്ലെങ്കിലും ഹുക്കുമൻ പിരിഞ്ഞു. അതായത് മുട്ടുവരെ എത്തുമ്പോൾ, കാല് കഴുകിയ വെള്ളം മുട്ടുവരെ എത്തുമ്പോൾ സുന്നത്തായ അതിർത്തിയാണ്. മുട്ടിന്റെ മേപ്പോട്ട് പോയാൽ അത് അതിർത്തിയിൽ നിന്നും അപ്പുറം പോയത് കൊണ്ട് ഹുക്കുമൻ പിരിച്ചിലാണ് എന്ന് പറഞ്ഞതിന്റെ ശേഷം വൈനാദലി മഹല്ലി, രണ്ടാമത് കൈയിലേക്ക് അങ്ങോട്ട് മടങ്ങി വന്നു, അല്ലെങ്കിൽ കാലിലേക്ക് മടങ്ങി വന്നാലും അത് മുസ്താമൽ തന്നെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അവിന്തകല, അല്ലെങ്കിൽ വെള്ളം നീങ്ങി മിന്യദിൻ, ഒരു കൈയിൽ നിന്നിട്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞ വലത്തെ കൈ അതിന്റെ ഫർലായ ഒന്നാമത്തെ പ്രാവശ്യം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ വെള്ളം ലി ഉഖറ, മറ്റേ കൈയിലേക്ക്, ഇടത്തെ കൈയിലേക്ക് നീങ്ങി നോക്കാം. എന്നാൽ അതും മുസ്താമലാണ്. ഇവിടെ ഇപ്പോ ഹഖീഖത്തിൽ തന്നെ ഇന്തിഖാലുണ്ട്, ഒരു കൈയിൽ നിന്നിട്ടും മറ്റേ കൈയിലേക്ക് നീങ്ങൽ. അങ്ങനെ വെച്ചാൽ വലോ ഹുക്കുമൻ എന്ന മുബാലഗ ഇല്ലാതെ വബഅദ ഫസ്ലിഹി അനിൽ മഹല്ലിൽ മുസ്താമലി എന്ന് പറഞ്ഞതിന്റെ രൂപങ്ങൾ രണ്ട് രൂപം. ഒന്ന് ഹഖീഖിയായ ഇന്തിഖാൽ ഫസ്ൽ, മറ്റൊന്ന് ഹുക്കുമിയായ ഫസ്ൽ. ഹുക്കുമിയായ ഫസ്ലാണ് ആദ്യം പറഞ്ഞ രണ്ട് രൂപം. ഇത് ഹഖീഖിയായ ഫസ്ലാണ് എന്ന് വരും. ഇനി അങ്ങനെയല്ല, രണ്ട് കൈയും കൂടി ഒരവയവമായി കണക്കാക്കിയാൽ, രണ്ട് കൈയും കൂടി ഒരവയവമായി കണക്കാക്കിയാൽ അപ്പോ ഒരു കൈയിൽ നിന്നിട്ട് മറ്റേ കൈയിലേക്ക് നീങ്ങുക എന്ന് പറയുന്നത് ഹുക്കുമൻ ഉള്ള ഫസ്ൽ ആണ് താനും. ഇങ്ങനെ അവിന്തഖല മിൻ യദിൻ ലിഉഖ്റ എന്ന് പറഞ്ഞത് രണ്ട് നിലക്ക് ഹാഷികൾ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വബഅദ ഫസ്ലിഹി അനിൽ മഹല്ലിൽ മുസ്താമലി എന്ന് പറഞ്ഞതിന് കാഞ്ചാവസ മങ്കിബൽ മുത്തവല്ലി ഔ റുക്ബതഹു എന്ന് പറഞ്ഞത് വലോ ഹുക്കുമൻ എന്ന് പറഞ്ഞ ആ ഫസ്ൽ ഹുക്കുമൻ ഫസ്ലുള്ള. അവിന്തഖല മിൻ യദിൻ ഇലാ ഉഖ്റ എന്ന് പറഞ്ഞ ഹുക്കുമൻ അല്ല. അപ്പൊ ഈ മുബാലഗ വിട്ടിട്ട് ബഅദ ഫസ്ലിഹി എന്ന് പറഞ്ഞതിന്റെ ഒരു ഉദാഹരണമാണ് എന്ന് വെച്ചു. അതല്ലെങ്കിൽ രണ്ട് കൈയും ഒരു അവയവത്തിന്റെ ഹുക്കുമിൽ കണക്കൂട്ടിയാൽ ഒരു കൈയിൽ നിന്നിട്ട് മറ്റേ കൈയിലേക്ക് നീങ്ങുക എന്ന് പറയുന്നത് ഹുക്കുമൻ ഇൻഫിസാലേ ഉള്ളൂ. രണ്ടായാലും മുസ്താമലാണ്. അപ്പോ മുബാലഗത്ത് ഉണ്ടായിട്ടും മുബാലഗത്ത് ഇല്ലാതെയും അത്ഫ് ചെയ്തിട്ട് ഇന്ദഖലിനെ പറയാ. കൈ രണ്ടും ഒരവയവമാണെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ രണ്ട് രൂപത്തിന്റെ കൂടെ തന്നെ മൂന്നാമത്തെ ഒരു രൂപം വരുള്ളൂ. ആ വലോ ഹുക്കും എന്നത് കൈ മുബാലഗത്ത് ഇല്ലാതെ വബഅദ ഫസ്ലി അനിൽ മഹല്ലിൽ മുസ്താമലി എന്ന് പറഞ്ഞതിന്റെ രണ്ട് രൂപം എന്ന നിലയ്ക്ക് ഇന്ദഖല മിൻ യദിൻ ലിഉഖ്റ എന്നും ഉണ്ട്. ഓക്കെ, അത് അന്ന് ചോദിച്ച ഒരു സംശയമായിരുന്നു. അത് ആ ചോദ്യത്തിലും ആ ക്ലാസ്സിലും പങ്കെടുത്തവർക്ക് അത് മനസ്സിലാവും. ബാക്കിയുള്ളവർ ഇനി തുടർന്ന് ഓതുന്നോടത്ത് ശ്രദ്ധിക്കുക. ഇനി കൂടുതൽ വിശദീകരണം ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവസാനം നമ്മുടെ ദർസ് കഴിഞ്ഞതിന് ശേഷം ചോദ്യോത്തരത്തിന് സമയം ഉണ്ടാവുമ്പോൾ അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും തിരിച്ചു വരാം എന്നുണർത്തി, ലൈവ് കൊടുക്കുന്നവരാരാണോ എങ്കിൽ അവർ ലൈവ് തുടങ്ങിയാൽ ഉടനെ കൈപ്പൊക്കണം. അത് കൈപ്പൊക്കിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അപ്പോൾ ദർസ് നിർത്തി വെക്കുകയും ചെയ്യാം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വശുറൂതുഹു മാഉൻ മുത്ലഖുൻ, മുത്തലക്കായ വെള്ളമായിരിക്കണം. എന്താണ് മുത്തലക്കായ വെള്ളം? ഫർദിൽ മുസ്തഅമലല്ലാത്ത വെള്ളം. അതിനെ പറ്റി തന്നെ പറഞ്ഞു. ഇനി മുതഗയ്യിരിൻ തഗയ്യുറൻ കസീറൻ, പകർച്ച വന്നത് അല്ലാത്തതും ആവണം. എങ്ങനത്തെ പകർച്ച? തഗയ്യുറൻ കസീറൻ, അധികരിച്ചതായ പകർച്ച രണ്ട് ജാതിയുണ്ട് എന്ന് പറഞ്ഞാൽ നിറം, മണം, രുചി എന്നീ മൂന്നാല് ഗുണങ്ങൾ മാറ്റം വരിക. അതിനാണ് ഈ പകർച്ച എന്ന് പറയുന്നത്. അത് കുറഞ്ഞ തോതിലുള്ള പകർച്ച കൊണ്ട് കുഴപ്പം ഇല്ല, അധികരിച്ച പകർച്ചയാണ് പാടില്ലാത്തത് എന്ന് അത് വരുത്താൻ വേണ്ടി. ഈ അധികരിച്ച പകർച്ച എന്ന് പറഞ്ഞത് എങ്ങനെ? അതിന്റെ ഒരു രൂപം ബിഹൈസു യംനഉ ഇത്ലാഖ ഇസ്മിൽ മാഇ അലൈഹി, അതിന്റെ മേൽ വെള്ളം എന്ന് നിരുപാധികം പറയുന്നതിന് തടസ്സമാവുന്ന നിലക്ക് അധികരിച്ച പകർച്ച വന്ന് എന്ന് പറഞ്ഞാൽ വെള്ളം നിറം കൊണ്ട് മാറിയിട്ട് ഒറ്റവാക്കിൽ വെള്ളം എന്ന് പറയാൻ പറ്റാതായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ വാസന മാറിയിട്ട് വെള്ളം എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ അതിന്റെ രുചി മാറിയിട്ട് വെള്ളം പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ ഈ നിറമോ മണമോ രുചിയോ അധികമായി മാറ്റം വന്നു, വെള്ളം എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാവുന്ന നിലക്ക് മാറ്റം വന്നാൽ അത് പിന്നെ മാവ് മുത്തലഖല്ല. അതുകൊണ്ട് അശുദ്ധി ഉയർത്താനോ നജസ്സിനെ നീക്കാനോ പറ്റുകയില്ല. ഞാൻ ഇതിന്റെ രൂപം വെള്ളം എന്ന പേര് പറയാന്നതിന് തടസ്സമാകുന്ന നിലക്ക് പകർച്ച എന്ന് പറഞ്ഞാൽ എങ്ങനെ? ബിഅൻ തഗയ്യറ അഹദു സിഫാതിഹി, വെള്ളത്തിന്റെ ഗുണങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഗുണം പകർച്ചയാവല് കൊണ്ട് വെള്ളം എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയത്, അതിനാണ് അധികരിച്ച പകർച്ച എന്നത്. ആ സിഫാത്ത് ഏത്? മിൻ തുഅമിൻ, അതിന്റെ രുചിയാലോ, ഔലൗനിൻ അല്ലെങ്കിൽ നിറത്താലോ, ഔരീഹിൻ അല്ലെങ്കിൽ വാസനയാലോ. ഈ മൂന്നാലൊരു ഗുണം, നിറമാവുന്ന അല്ലെങ്കിൽ വാസനയാവുന്ന, രുചിയാവുന്ന, ഗുണങ്ങളാവുന്ന ഈ ഏതെങ്കിലും ഒരു ഗുണം പകർച്ച വന്ന് വെള്ളത്തിൻ്റെതല്ലാത്തതായി വെള്ളം എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ തഗയ്യുർ വന്നതിനെ പറ്റിയാണ് തഗയ്യുറുൻ കസീർ എന്ന് പറയുന്നത്. ഇനി അവിടെ വലൗ തഖ്ദീരിയൻ, ഈ പകർച്ച സാങ്കല്പികമാണെങ്കിലും ശരി. അങ്ങനെ പകർച്ച സാങ്കല്പികമാവുന്നത് അതവിടെ വിശദീകരിച്ചിട്ടില്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഉദാഹരണം, ഒരു 3 ലിറ്റർ വെള്ളം ഒരു പാത്രത്തിലുണ്ടായിരുന്നു ഒതുടുക്കുന്നത്, അതിലേക്ക് 1 ഔൺസ് മഷി, അതല്ലെങ്കിൽ സൂപ്പർ വൈറ്റ് പോലെയുള്ള കടുത്ത നിറമുള്ള സാധനം ആയാൽ ഈ 2-3 ലിറ്റർ വെള്ളം തികച്ചും നിറം മാറും. അതുപോലെ കഠിനമായ ഇതല്ലാത്ത മിതമായ നിറമുള്ള ഒരു വസ്തു, മിതമായ വാസനയുള്ള ഒരു വസ്തു, മിതമായ രുചിയുള്ള ഒരു വസ്തു, മഷിയുടെ നിറം പോലത്തെ കടുത്ത നിറമോ മുളകിന്റെ എരു പോലത്തെ കടുത്ത രുചിയോ സുഗന്ധം അത്തറിന്റെ വാസന പോലത്തെ കടുത്ത വാസനയോ അല്ല, എന്നാ വളരെ നേർത്തതും അല്ല, മിതമായ ഒരു മുത്തവസ്സിത്തായ നിലക്ക് വാസനയുള്ളതോ, മുത്തവസ്സിത്തായ മിതമായ നിലക്ക് രുചിയുള്ളതോ, മിതമായ നിലക്ക് നിറമുള്ളതോ, മൂന്നാലൊന്ന് ഈ വെള്ളത്തിൽ. ഉദാഹരണം, ഒരു 5 ലിറ്റർ വെള്ളത്തില് നിന്നാണ് നമ്മൾ ഉളു എടുക്കുന്നതിരിക്കട്ടെ, അല്ലെങ്കിൽ 10 ലിറ്ററുള്ള ഒരു ബക്കറ്റിൽ നിന്നിട്ടാണ് ഉളു ചെയ്യുന്നത്, അല്ലെങ്കിൽ ജനാബത്ത് കുളിക്കുന്നത്, അല്ലെങ്കിൽ നജസ് കഴുകുന്നത്. ഈ 10 ലിറ്ററുള്ള ബക്കറ്റിലേക്ക് 1 ലിറ്റർ അല്ലെങ്കിൽ 1/2 ലിറ്റർ മിതമായ വാസനയുള്ള ഒരു വസ്തു ഒഴിച്ചാൽ ഈ വെള്ളത്തിന്റെ വാസന മാറും. അല്ലെങ്കിൽ 1 ലിറ്റർ അല്ലെങ്കിൽ 1/2 ലിറ്റർ മിതമായ രുചിയുള്ള വസ്തു അല്ലെങ്കിൽ മിതമായ വാസനയുള്ള വസ്തു ഈ വെള്ളത്തിൽ 10 ലിറ്ററുള്ള വെള്ളത്തിൽ ഒഴിച്ചാൽ
സ്വാഭാവികമായും ആ വെള്ളത്തിന്റെ നിറം മാറും, അല്ലെങ്കിൽ രുചി മാറും, അതല്ലെങ്കിൽ വാസന മാറും. എന്നാൽ വുളു ചെയ്തുകൊണ്ടിരിക്കുന്നവന്റെ അല്ലെങ്കിൽ ജനാബത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്നവന്റെ ശരീരത്തിൽ ഫർളായി ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിൽ നിന്നും ഒരു 1/2 ലിറ്റർ ഈ 10 ലിറ്ററുള്ള വെള്ളത്തിലേക്ക് ആയാൽ, അതിനിപ്പോ വെള്ളമായിട്ട് വ്യത്യാസപ്പെട്ട നിറവും മണവും രുചിയൊന്നും ഇല്ലല്ലോ, മുസ്താമിലായ വെള്ളല്ലേ. അതല്ലെങ്കിൽ വാസന തീരെ ഇല്ലാത്ത പരനീർ വെള്ളം അത്രയും ആയി. അതിനിപ്പോ പ്രത്യേകിച്ച് വാസനയുമില്ല, രുചിയുമില്ല, നിറവുമില്ല. ഇവിടെ ഈ വെള്ളം, ബക്കറ്റിലുള്ള വെള്ളം മുസ്താമലായോ എന്ന് വിധി പറയാനുള്ള മാർഗം, ഇതിലേക്ക് തെറിച്ച ഈ മുസ്താമലായ വെള്ളം, അതല്ലെങ്കിൽ ഈ താഹിറായ വെള്ളം മിതമായ നിറമോ രുചിയോ വാസനയോ ഉള്ളതായിരുന്നു എങ്കിൽ ഇത്രയും അളവ് ആ ബക്കറ്റിലേക്ക് അതായാൽ അതിന്റെ നിറം അല്ലെങ്കിൽ മണം രുചി മാറാൻ മാത്രമുണ്ടെങ്കിൽ വെള്ളം മുസ്താമലാണ്. ഇല്ലെങ്കിലോ മുസ്താമലി എന്ന ഹുക്കുമില്ല. അതാണ് ഇപ്പം തഗയ്യുർ ഹുക്കുമി എന്ന് പറയുന്നത്. പകർച്ചപ്പ അവിടെ ഇല്ല ബാഹ്യമായിട്ട്. കാരണം എന്താ വെച്ചാൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്തിക്കൊള്ളികൾ ബക്കറ്റിൽ നിന്നിട്ട് കോരി ജനാബത്ത് കുളിക്കാം. ഈ കുളിക്കുന്ന വെള്ളം, ശരീരത്തിലെ ഫർളായ ഉപയോഗത്തിൽ ഉപയോഗിച്ച വെള്ളം ഈ ബക്കറ്റിലേക്ക് തെറിച്ചു. എന്നാൽ അവിടെ പകർച്ച വന്നോ എന്നാണ് നോട്ടം. അതിന് പകർച്ച ഇല്ലത്. സാങ്കല്പികമായി പകർച്ച, നിറം, മണം, രുചി എന്നീ ഗുണങ്ങൾ ഉള്ളതായി പരിഗണിച്ച് അത്രയും ഈ വസ്തു ഈ വെള്ളത്തിലായാൽ വെള്ളത്തിന് പകർച്ച വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഹുക്കുമിയായ പകർച്ച എന്ന് പറയും. അപ്പോ നിറം മാറുക, വാസന മാറുക, രുചി മാറുക എന്നത് ബാഹ്യമായാവാം, അല്ലെങ്കിൽ സാങ്കല്പികമാകാം. ഈ സാങ്കല്പികം എന്ന് പറയണാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഉദാഹരണം. അതും അല്ലെങ്കിൽ തഗയ്യുറു, ഈ വെള്ളത്തിൽ വന്ന പകർച്ച ആയിരുന്നാലും ബിമാ അലാ ഉളുവിൽ മുതത്വഹിരി, ഈ ശുദ്ധീകരണം നടത്തുന്ന വ്യക്തിയുടെ അവയവത്തിലുള്ള വസ്തു കൊണ്ടാണ് പകർച്ച വന്നത്. എന്നാലും അധികരിച്ച പകർച്ചയാണെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വരും, തുഹൂർ അല്ലാതാവും, അല്ലെങ്കിൽ മുത്തലഖല്ലാതെ വരും. ഫിൽ അസഹി, പക്ഷെ അവിടെ ഖിലാഫുണ്ട്. ശരീരത്തിന്റെ അവയവത്തിലുള്ള ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെ, ഒരാളുടെ ശരീരത്തിൽ കുറെ പത്തിരിപ്പൊടി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഗോതമ്പ് മാവ് അല്ലെങ്കിൽ മൈദപ്പൊടി ആയിട്ടുണ്ട് കുട്ടിക്കോളി. അപ്പൊ ഉളു ചെയ്യാം. മുഖത്തുള്ള ഈ മൈദപ്പൊടിയോട് കൂടി വെള്ളം കൊണ്ടൊഴിച്ചു. വെള്ളമൊഴിച്ച് മുഖം കഴുകുന്ന സമയത്ത് ഈ മൈദപ്പൊടി കലങ്ങിയിട്ട്, അതല്ലെങ്കിൽ ഈ പത്തിരിപ്പൊടി കലങ്ങിയിട്ട് ആ വെള്ളം നിറം തൊട്ട് മാറിയ നിലക്കാ വന്ന്, എന്നാലും പോരാ. അപ്പൊ എന്താവും? മുത്തലക്കായ വെള്ളം എന്ന അവസ്ഥയില്ലാതാവും. അപ്പൊ അവയവത്തിൽ ഉള്ള വസ്തു കലർന്നുകൊണ്ടാണ് വെള്ളം അധികരിച്ച പകർച്ച വന്നത്, എന്നാലും വെള്ളം മുത്തലക്ക് അല്ലാതെ വരും, വുളു ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ അങ്ങനെ വെള്ളത്തിന് നിറം മാറാന്, അല്ലെങ്കിൽ വാസന മാറാൻ, അല്ലെങ്കിൽ രുചി മാറാൻ മാത്രം വസ്തു ശരീരത്തിന്റെ അവയവത്തിൽ ഉണ്ടെങ്കിൽ ആദ്യം അത് നീക്കിക്കളഞ്ഞുകൊണ്ട് വേണം വുളു ചെയ്യാൻ എന്ന് കൂട്ടത്തിൽ വരും. അല്ലാതിരുന്നാൽ ഈ അവയവത്തിലുള്ള വസ്തു കൊണ്ട് വെള്ളത്തിന്റെ നിറമോ മണമോ രുചിയോ വ്യത്യാസപ്പെട്ടാലും വെള്ളം മുത്തലഖല്ലാതെ വരും. അങ്ങനെ വന്നാൽ ശുദ്ധീകരണത്തിന് പറ്റാതാവും. അപ്പൊ 3 തരത്തിൽ പറഞ്ഞപ്പോ, ഒന്ന് യഥാർത്ഥത്തിൽ തന്നെ വെള്ളത്തിന്റെ ഗുണം മാറിയിട്ട് വെള്ളം എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലായി. രണ്ടാമത്തേത് സാങ്കല്പികമായി ആ നിലക്ക് മറ്റു വസ്തു അതിൽ കലർന്നു. മൂന്നാമത്തേത് സ്വന്തം അവയവത്തിലുള്ള വസ്തു കലർന്നുകൊണ്ട് വെള്ളം എന്ന് പറയാൻ പറ്റാത്ത നിലക്ക് വെള്ളത്തിന് പകർച്ച സംഭവിച്ചു. ഇതൊന്നും മുത്തലഖായ വെള്ളം എന്ന് പറയാൻ പറ്റാതെ വരികയും കുളി, നജസിനെ ശുദ്ധീകരിക്കൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പറ്റാതെ വരികയും ചെയ്യും. എന്നാൽ തഗയ്യുറു, ഈ വെള്ളത്തിന് നിറം, വാസന, രുചി എന്നിവ പകർച്ച വരുന്നത് കൊണ്ട് ഈ ത്വഹാറത്തിന് പറ്റാത്ത നിലക്ക് തസീർ ചെയ്യുന്നത്, പ്രതിഫലനമുണ്ടാവുന്നത് ഇൻകാന, ഈ പകർച്ച വന്നതാണെങ്കിലാണ് ബിഖലീത്തുൻ,
വെള്ളത്തോട് കലർന്നു ചേരുന്ന വസ്തു കൊണ്ടിട്ട് പകർച്ച വന്നതാണെങ്കിലാണ് വെള്ളം മുത്തലഖല്ലാതെ അല്ലെങ്കിൽ തൊഹൂറല്ലാതായി പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഐ മുഹാലിത്തല്ലിൽ മായി, വെള്ളത്തിൽ കലർന്നു ചേരുന്ന വസ്തു എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് വസ്തുക്കൾ. ഒന്ന് വെള്ളം വേറെയും വസ്തു വേറെയും നോക്കി കാണാൻ പറ്റുന്നത്, അതിന് മുജാവിറു എന്നാ പറയാം. ഒന്ന് വെള്ളം വേറെയും ഈ വസ്തു വേറെയും വേർതിരിഞ്ഞ് കാണാത്തത്. അപ്പൊ മുഹാലിത്ത് എന്ന് പറഞ്ഞാൽ നോക്കി ഈ വസ്തുവും തമ്മിൽ വേർതിരിച്ച് കാണാതാവും. ഉദാഹരണം, പത്തിരിപ്പൊടി കലക്കിയ വെള്ളം വേറെയും പൊടി വേറെയും കാണൂലല്ലോ, വെള്ളത്തിന്റെ നിറം കൊണ്ട് മാറിയ. അതുപോലെ തന്നെ മഷി കലക്കിയ മഷി വേറെയും വെള്ളം വേറെയും കാണൂല, വെള്ളം ഒന്നായിട്ട് മഷിന്റെ നിറമായി മാറുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ അത്തറ് കലക്കിയാല് അത്തറ് വേറെയും വെള്ളം വേറെയും കാണൂല, ആകെ വാസന മാറുക ചെയ്യുക. ഇത് കണ്ണുകൊണ്ട് നോക്കിയാൽ വെള്ളം വേറെയും ഈ കലർന്ന വസ്തു വേറെയും വേർതിരിഞ്ഞ് കാണാത്തതാണ് മുഹാലിത്ത്. ഇങ്ങനെ വേർതിരിഞ്ഞ് കാണാത്ത നിലക്ക് വെള്ളവുമായി കൂടിച്ചേരുന്ന വസ്തു കൊണ്ട് നിറം, മണം, രുചി എന്നിവ അധികമായി പകർച്ചയാവുകയും അഥവാ വെള്ളം എന്ന് നിരുപാധികം പറയാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്താൽ ആ വെള്ളം തൊഹൂറല്ല, അത് ശുദ്ധീകരണത്തിന് പറ്റുകയില്ല. ഈ കലർന്നത് തന്നെ എങ്ങനെ ത്വാഹിറുൻ, ശുദ്ധിയുള്ളത്, നേരത്തെ പറഞ്ഞ പത്തിരിപ്പൊടി, മൈദപ്പൊടി എന്നൊക്കെ പറഞ്ഞതിലൂടെയുള്ള ശുദ്ധിയുള്ള വസ്തു, അതുപോലെ തന്നെ മഷി, അത്തറ് പോലെയുള്ളതൊക്കെ. അതോടുകൂടി വഖദ് വനിയൽ മാഉ അൻഹു, വെള്ളം അതിലേക്ക് ആവശ്യമില്ലാത്തതാണ് താനും. എന്ന് പറഞ്ഞാൽ വെള്ളവും അതുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. വെള്ളത്തിൽ നമ്മൾ കൊണ്ട് ഇട്ടപ്പായി എന്നല്ലാതെ വെള്ളത്തിന്റെ അനിവാര്യതകളിൽപ്പെട്ട വല്ല വസ്തുവും കലർന്നുകൊണ്ട് പകർച്ചയായാൽ അതുകൊണ്ട് കുഴപ്പമില്ല, ഇനി വേറെ പറയും. ഇങ്ങനെ വെള്ളത്തിന് അതിലേക്ക് ആവശ്യമില്ലാത്ത തരത്തിലുള്ളതും ത്വാഹിറായതുമായ വസ്തു കലർന്നുകൊണ്ട് വെള്ളത്തിന്റെ ഗുണം വ്യത്യാസപ്പെട്ടാൽ, അതേതുപോലെ കസഫറാനിൻ, കുങ്കുമം പോലെ. ഒരാള് കുങ്കുമം പൊടിച്ചിട്ട് വെള്ളത്തിലിട്ട് വെള്ളം കുങ്കുമത്തിന്റെ കളറായി മാറി, എന്നാൽ ആ വെള്ളം തൊഹൂറല്ല. കാരണം എന്താ? ഈ കുങ്കുമം എന്നത് പൊടിച്ച് വെള്ളത്തിലിട്ടാൽ അത് വെള്ളത്തിൽ അലിഞ്ഞു പോവും. അപ്പോ കുങ്കുമം വേറെയും വെള്ളം വേറെയും കാണൂല, വെള്ളത്തിന് നിറം മാറിയിട്ടാണ് ഉണ്ടാകുക. ഇതാണെങ്കിലോ വെള്ളവും അതുമായിട്ട് ഒരു ബന്ധമില്ല. കാരണം അത് വേറെ, കുങ്കുമപ്പൂവ് എന്നൊക്കെ പറയുന്നത് വേറൊരു വസ്തുവിൽ നിന്നിട്ടുണ്ടാകുന്നതാണ്, വെള്ളമായിട്ട് ബന്ധമൊന്നുമില്ല. മറ്റൊന്ന് സമരി ഷജരിൻ നബത്ത ഖുർബൽമായി, വെള്ളത്തിന്റെ സമീപത്ത് മുളച്ചു വന്ന മരത്തിന്റെ പഴം, അത് പഴം വീണുകൊണ്ട് ചീഞ്ഞ് വെള്ളം നാറാൻ തുടങ്ങി, അല്ലെങ്കിൽ വാസന മാറി, അല്ലെങ്കിൽ നിറം മാറി, അല്ലെങ്കിൽ രുചി മാറി, അതുകൊണ്ട് വെള്ളം മുത്തലഖല്ലാതായി മാറും. ആ കാരണം എന്താ? പഴം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അങ്ങനെ വെള്ളത്തിൽ വീണ് ചെയ്യേണ്ട സാഹചര്യം വരൽ വളരെ അപൂർവമാണ്. ഇല അങ്ങനെയല്ല, ഇലക്ക് മൂപ്പ് വേറുണ്ട്. കൊണ്ടുപോയി ഇടപ്പെട്ട ഇല, എന്നിട്ട് ആ വീട് കൊണ്ട് അത് ഉടഞ്ഞു ചേർന്നു. തഫത്തത്താന്ന് പറഞ്ഞാൽ ആ ചീഞ്ഞ് ഇതിൽ ഉടഞ്ഞ് അലിഞ്ഞു ചേരുമ്പോഴാണ് തഫത്തത്താറ്. കൊണ്ടുപോയിടേണ്ട ആവശ്യമില്ലല്ലോ വെള്ളത്തില്. അതൊക്കെ വെള്ളം വലിയത് എന്നതിൽപ്പെട്ടതാണിത്. പഴം വീണിട്ട് വെള്ളം പകർച്ച വരിക, ഇല കൊണ്ടുപോയിട്ടിട്ട് അത് ചീഞ്ഞിട്ട് വെള്ളം പകർച്ച വരിക പോലത്തത്, ഇതൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. വെള്ളം ത്തിന്റെ അനിവാര്യതകളിൽപ്പെട്ടതല്ല. ഇങ്ങനെയുള്ള ത്വാഹിറായ വസ്തു കലർന്നുകൊണ്ട് വെള്ളം എന്ന് പറയാൻ പറ്റാത്ത നിലക്ക് അധികരിച്ച പകർച്ച വന്നു കഴിഞ്ഞാൽ അത് തുഹൂറല്ല, അല്ലെങ്കിൽ മുത്തലഖായ വെള്ളമല്ല. എന്നാൽ ലാ തുറാബിൻ, വെള്ളം കൊണ്ട് കലർച്ച വന്ന വെള്ളത്തിന്, മണ്ണ് കൊണ്ട് കലർപ്പ് വന്ന വെള്ളത്തിന് കുഴപ്പമില്ല. അത്ഫായിട്ട് ഇത് വെള്ളത്തിന് അതിലേക്ക് ആവശ്യമില്ല അനിശ്ചിതമായതായ ത്വാഹിറായ വസ്തു കലർന്നുകൊണ്ട് പകർച്ചയായതാണ് തൊഹൂറല്ലാതായി തീരുക, അല്ലെങ്കിൽ മുത്തലഖല്ലാതായി തീരുക. എന്നാൽ മണ്ണ് കലർന്നുകൊണ്ട് നല്ലോണം നിറം മാറിയിന്, അല്ലെങ്കിൽ വാസന മാറിയിന്, അല്ലെങ്കിൽ രുചി മാറിയിട്ടുണ്ട്,
സാധാരണ നമ്മുടെ കറിയുപ്പ്, വെള്ളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉപ്പ്. ഉപ്പ് രണ്ട് ജാതിയാണല്ലോ. ഇന്ദുപ്പ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അതിന് മിൽഹ് ജബലി എന്നാണ് അറബി പറയാം. ഇന്ദുപ്പ് മരുന്നിന്റെ ആവശ്യത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നുണ്ട്. അത് വെള്ളത്തിൽ നിന്നിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതല്ല. അത് കൊണ്ടുവന്നിട്ടിട്ട് വെള്ളം പകർച്ചയായാൽ നേരത്തെ പറഞ്ഞേക്ക് തുഹൂറല്ലാതായി മാറും. അതേ സമയത്ത് സാധാരണ കറിയുപ്പ് അങ്ങനെയല്ല, അത് വെള്ളം ഉണക്കിയിട്ടുണ്ടാക്കുന്നതാണ്, വെള്ളം വറ്റിച്ചിട്ടുണ്ടാകുന്നതാണ്. അപ്പൊ അത് രണ്ടാമത് വീണ്ടും വെള്ളമായി എന്നല്ലാതെ അത് പുറമെ ഒരു വസ്തുവല്ല. മണ്ണ് വെള്ളത്തിന് അനിവാര്യതയിൽപ്പെട്ടതാണ്. കാരണം സാധാരണ മണ്ണിലാണല്ലോ വെള്ളം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവിടെ തുരിഹാഫിഹി, ഈ മണ്ണോ അതല്ലെങ്കിൽ കറിയുപ്പോ വെള്ളത്തിൽ കൊണ്ടുപോയി ഇടപെട്ടതാണെങ്കിലും ശരി, എന്നാലും അതുകൊണ്ട് വെള്ളം തുഹൂറല്ലാതായി പോകുന്നില്ല. കാരണം മണ്ണ് എന്നത് വെള്ളത്തിന്റെ അനിവാര്യതകളിൽപ്പെട്ടതാണ്. ഉപ്പ് ആണെങ്കിൽ വെള്ളം തന്നെ ആയിരുന്നു, അത് ഉണങ്ങി ഉപ്പായെങ്കിലും വീണ്ടും വെള്ളമായി എന്നേ ഉള്ളൂ. അപ്പോ വെള്ളത്തെ സൂക്ഷിക്കാൻ സാധിക്കാത്ത നിലക്ക് വെള്ളത്തിന്റെ അനിവാര്യതകളിൽപ്പെട്ടതോ വെള്ളത്തിന്റെ ഭാഗം തന്നെ ആയിരുന്നതോ ആണെങ്കിൽ അതുകൊണ്ട് പകർച്ച വന്ന് അധികരിച്ച പകർച്ച വന്നിട്ടുണ്ടെങ്കിലും വെള്ളം തുഹൂറ് തന്നെ. ഇനി വെള്ളത്തിന്റെ അനിവാര്യതകളിൽ പെട്ടതല്ലാത്ത ത്വാഹിറായ കലർന്നു ചേരുന്ന വസ്തു കൊണ്ട് പകർച്ച വന്നത് കുറഞ്ഞ പകർച്ചയാണെങ്കിലോ വലായുറു തഗയ്യുറുൻ ലാ യംനഉൽ ഇസ്മ, വെള്ളം എന്ന പേരിന് തടസ്സം വരാത്ത നിലക്കുള്ള പകർച്ച, ആ പകർച്ച കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ തുഹൂരിയത്ത് അല്ലെങ്കിൽ മുത്തലക്കായ വെള്ളം എന്നതിന് തടസ്സമല്ല. എന്തേ വെള്ളം എന്ന പേര് പറയുന്നതിന് തടസ്സമില്ലാത്ത നിലക്കുള്ള പകർച്ച എന്ന് പറയാൻ കാരണത്തിലെത്തി കുറഞ്ഞ പകർച്ചയാണ്, കുറഞ്ഞ പകർച്ചയുള്ളൂ. അപ്പൊ വെള്ളം എന്ന് പറയുന്നതിന് തടസ്സമൊന്നുമില്ല. എന്നാൽ വെള്ളത്തിന് കുറഞ്ഞ വാസന മാറ്റമുണ്ട്, കുറഞ്ഞ നിറം മാറ്റമുണ്ട്, കുറഞ്ഞ രുചി മാറ്റമുണ്ട്. എന്നാൽ വെള്ളം എന്ന് പറയുന്നതിന് തടസ്സമാകുമാറുള്ള അധികരിച്ച പകർച്ചയില്ല. എന്നാൽ അത് വെള്ളം തുഹൂറ് തന്നെയാണ്, മുത്തലക്ക് തന്നെയാണ്. ഈ കുറഞ്ഞത് നല്ലപോലെ ഇഹ്തിമാലൻ, കുറഞ്ഞതാവാൻ സാധ്യതയായാലും മതി. അതെങ്ങനെ കുറഞ്ഞതാകാൻ സാധ്യതയായാല്? അതായത് ബി അൻ ശക്ക, ഒരാൾക്ക് സംശയം നേരിട്ടു, അഹുവ ഈ പറഞ്ഞ പകർച്ച കസീറുൻ അധികരിച്ചതാണോ ഔ ഖലീലുൻ അല്ലെങ്കിൽ കുറഞ്ഞതാണോ? അപ്പൊ രണ്ട് സാധ്യത, കുറഞ്ഞതാണെന്ന് ഉറപ്പില്ല, അധികരിച്ച പകർച്ച ഉണ്ട് എന്ന് ഉറപ്പില്ല. അപ്പൊ കുറഞ്ഞതാവാം, അധികരിച്ചതാവാം. അപ്പൊ സാധ്യത നിലക്കുമ്പം വെള്ളം അടിസ്ഥാനപരമായ തുഹൂറാണല്ലോ. ഈ തുഹൂറാണെന്ന അടിസ്ഥാനപരമായ നിയമത്തെ റദ്ദ് ചെയ്യാൻ മാത്രം ഈ സംശയം കൊണ്ട് മതിയാവൂല. മറിച്ച് ഈ തുഹൂറ് എന്ന അവസ്ഥയെ റദ്ദ് ചെയ്യാൻ കൂടുതൽ അധികരിച്ച പകർച്ചയുണ്ടെന്ന് ഉറപ്പ് വരണം. ഉറപ്പ് വരാത്തോടത്തോളം കാലം തുഹൂറ് എന്ന് പറയുന്ന അസ്ല് നിലനിൽക്കുന്നു. അപ്പോ ഇഹ്തിമാൽ സാധ്യത കുറഞ്ഞതാകാൻ സാധ്യതയേ ഉള്ളൂ, അധികരിച്ചതാവാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലും വെള്ളം തുഹൂറ് തന്നെയാണ്, അഥവാ മുത്തലഖ് തന്നെയാണ്. ഇനി വഖറജ ബിഖൗലി ബിഖലീത്തിൻ, വെള്ളത്തിൽ കലർന്നു പോകുന്ന വസ്തു കൊണ്ട് പകർച്ച വരിക എന്നതുകൊണ്ട് ഒഴിവാകും. അൽ മുജാവിർ, മുജാവിർ വാക്കിന്റെ അർത്ഥം അയൽവക്കം കെട്ടുന്ന എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് ഈ വസ്തുവിനെ നോക്കിയാൽ വേർതിരിച്ച് കാണാൻ പറ്റുന്നത്. എന്താണ് മുജാവിർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാ യതമയ്യസു ലിന്നാദിരി, നോക്കിയാൽ കണ്ണുകൊണ്ട് നോക്കിയാൽ വേർതിരിഞ്ഞ് കാണാൻ പറ്റുന്നത്. അപ്പം വെള്ളത്തിൽ കലരുന്ന വസ്തു ത്വാഹിറായതോടുകൂടി തന്നെ രണ്ട് തരത്തിൽ. അതാ ഒന്ന്, വെള്ളവും ഈ വസ്തുവും വേർതിരിയാതെ വെള്ളത്തിൽ കലർന്നു പോകുന്നത്, അതിന് മുഹാലിത്തു എന്ന് പറയും. മറ്റൊന്ന്, വെള്ളത്തിൽ കലരുന്നുണ്ടെങ്കിൽ പോലും നോക്കിയാൽ വെള്ളം വേറെയും കലർന്ന വസ്തു വേറെയും വേർതിരിച്ച് കാണാൻ പറ്റുന്നതാണെങ്കിൽ അതിന് മുജാവിർ എന്നും പറയും. ഇപ്പൊ മുജാവിറാണ്, വെള്ളത്തിൽ നല്ല പകർച്ച ഉണ്ട്, പക്ഷെ വെള്ളത്തിൽ കലർന്നു ചേരുന്നതല്ല, കാണാൻ പറ്റുന്നതാണ്. അതാണെങ്കിലോ ഇതുപോലെ കഴൂദിൻ, ഒരു ഉഴൂദിന്റെ കൊള്ളി, വധുവിനിൻ എണ്ണ പോലത്തത് വെള്ളത്തിലിട്ടു. ഈ വെള്ളത്തിൽ ഈ ഒഴുത് അല്ലെങ്കിൽ ഈ എണ്ണ അങ്ങനെ കടന്നിട്ട് ഈ വെള്ളത്തിന്റെ വാസന തന്നെ മാറിയാണ്, അല്ലെങ്കിൽ രുചി തന്നെ മാറിയാണ്. എന്നാലും വെള്ളം തുഹൂർ തന്നെ. വലവും ത്വയ്യബൈനി, ഈ ഒഴുത് അതല്ലെങ്കിൽ ഈ എണ്ണ സുഗന്ധം ഉള്ളതാണ്,
സുഗന്ധമാക്കപ്പെട്ടതാണ് തന്നെ സുഗന്ധം പുരട്ടിയ അല്ലെങ്കിൽ സുഗന്ധമുള്ള എണ്ണ അല്ലെങ്കിൽ സുഗന്ധമുള്ള കൊള്ളി തന്ന കൊള്ളിയൊക്കെ പോലത്തെ കൊള്ളിയാണ്, അല്ലെങ്കിൽ നമ്മളെ പുകയിക്കുന്ന ഉഴുത് പോലത്തെ കൊള്ളിയാണ്. അത് വെള്ളത്തിലിട്ട് കുറെ കഴിയുമ്പോൾ വെള്ളത്തിന് നല്ല ഉഴുതിന്റെ വാസന, അല്ലെങ്കിൽ ഈ നല്ല എണ്ണന്റെ വാസന. അതുകൊണ്ട് വെള്ളത്തിൽ കുഴപ്പമൊന്നുമില്ല. കാരണം എന്തുകൊണ്ട്? അത് എണ്ണ വേറെയും വെള്ളം വേറെയും നോക്കിയാൽ കാണും എണ്ണ കഴിയുമ്പോൾ ഇങ്ങനെ പറന്ന് കളിക്കുക. അതുപോലെ തന്നെ ഈ മരത്തിന്റെ കൊള്ളി, അത് കൊള്ളി വേറെയായിട്ട് തന്നെ കിടക്കും, വെള്ളം വേറെയായിട്ടും കിടക്കും. പക്ഷേ ഈ കൊള്ളി വെള്ളത്തിൽ കിടന്നതുകൊണ്ട് അല്ലെങ്കിൽ ഈ എണ്ണ വെള്ളത്തിൽ കിടന്നതുകൊണ്ട് വെള്ളത്തിന് വാസനയോ രുചിയോ ഒക്കെ മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഹലീത്തല്ല, വെള്ളവുമായി കൂടിക്കലർന്നിട്ടില്ല, വെള്ളത്തിന്റെ അയൽവക്കം കിട്ടുന്നേ ഉള്ളൂ. ബുഹൂറും ഈ വകുപ്പിൽപ്പെട്ടത് തന്നെ. ബുഹൂറ് പറഞ്ഞേക്ക് ഈ മുജാവിറിൽപ്പെട്ടതാ. മുജാവിറിൽപ്പെട്ടതായതുകൊണ്ട് അതുകൊണ്ട് വെള്ളത്തിന്റെ വാസന മാറിയിട്ടുണ്ടെങ്കിൽ പോലും വെള്ളം മുത്തലക്ക് തന്നെയാണ്, അഥവാ തഹൂറാണ്, ശുദ്ധീകരിക്കാൻ പറ്റും. സംഗതി വയും കസൂറ ഇങ്ങനെയുള്ള ഈ മുജാവിറായ വെള്ളത്തിൽ കലരാതെ വെള്ളത്തിൽ അയൽവക്കം കിട്ടുന്ന വസ്തു കൊണ്ടുള്ള പകർച്ച അധികരിക്കുകയും വാസന പോലത്തെ തരാൻ നിറാണെങ്കിൽ നിറം, വാസനയാണെങ്കിൽ വാസന, രുചിയാണെങ്കിൽ രുചി, ഇത് പ്രത്യക്ഷമായി കാണുന്നുണ്ട്. എന്നാൽ പോലും മുജാവിറായ ത്വാഹിറായ വസ്തു കലർന്നുകൊണ്ട് വെള്ളം പകർച്ചയായാൽ വെള്ളം തഹൂറ് തന്നെയാണ്, അതുകൊണ്ട് ശുദ്ധീകരിക്കൽ ജായിസാവും. എന്നാൽ ഖിലാഫല്ലി ജംഇൻ, ഏതാനും ചില ഉലമാക്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുജാവിറായ നിറം, മണം, രുചി എന്നുള്ള വസ്തുക്കൾ അധികരിച്ച് അത് പ്രത്യക്ഷമായ നിലക്കിന്റെ വാസനയോ അല്ലെങ്കിൽ രുചിയോ മണമോ പ്രത്യക്ഷമാവുന്ന രീതിയിൽ ഉണ്ടാവുകയും ചെയ്താൽ തഹൂറല്ലാതായി പോകും എന്ന് പറഞ്ഞ ചില ഇമാമിയങ്ങൾ ഉണ്ടെങ്കിലും വ്യക്തമത് മുജാവിർ കൊണ്ട് പകർച്ച വന്ന് അധികരിച്ച പകർച്ചയാണെങ്കിൽ പോലും വെള്ളം തഹൂറ് തന്നെ. വമിൻഹു, എന്നാൽ ഈ മുജാവിറായ വസ്തു കൊണ്ട് പകർച്ചയായാൽ ഇതിൽപ്പെട്ടതാണ് മാഉൻ ഓലിയ അലൈഹി ഊലിയ ഫീഹി നഹ്വു ബുല്ലിൻ, ഗോതമ്പ് പോലത്തത് അല്ലെങ്കിൽ നെല്ല് പോലത്തതൊക്കെ പുഴുങ്ങാൻ ഉപയോഗിച്ച് തിളപ്പിച്ച വെള്ളം, പക്ഷെ കഞ്ഞിയായിട്ട് ചെയ്യാം. ഉദാഹരണം, ഗോതമ്പ് ഉണക്കാൻ വേണ്ടി ഒന്ന് പുഴുങ്ങി ഉണക്കുക എന്നുള്ളവർക്ക് ഗോതമ്പ് ഇട്ടിട്ട് പുഴുങ്ങാൻ വെള്ളം ഉപയോഗിച്ചു. അതുപോലെ തന്നെ നെല്ല് ഉണക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങി ഉണക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ നെല്ലെടുത്തു. തമ്പുൻ, അല്ലെങ്കിൽ കാരക്ക ഉണക്കാൻ വേണ്ടിയിട്ടൊന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് എടുത്തു. അങ്ങനെ കാരക്ക തിളപ്പിക്കാനോ അതല്ലെങ്കിൽ ഗോതമ്പ് പോലത്തെ വസ്തു തിളപ്പിക്കാനോ ഉപയോഗിച്ച വെള്ളം ലംയലം ഇൻഫിസാലു ഐനിൻ ഫീഹി, ഈ തിളപ്പിക്കപ്പെട്ട നെല്ല്, ഗോതമ്പ്, കാരക്ക പോലെയുള്ള വസ്തു അതിന്റെ തടി ഉടഞ്ഞ് വെള്ളത്തിൽ ചേർന്നു എന്നറിയപ്പെടാത്തിടത്തോളം മുഖാലിത്തായിട്ട് എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ കലർന്നു പോകാൻ അരി വേവിച്ച് കഞ്ഞിയായി, അതല്ലെങ്കിൽ കാരക്ക വേവിച്ചിട്ട് അത് കാരക്കന്റെ ഒരു ജ്യൂസ് പോലെയായി. അങ്ങനെ വരുമ്പോൾ കാരക്കന്റെ തടി അതല്ലെങ്കിൽ ഈ അരിന്റെ അല്ലെങ്കിൽ ഗോതമ്പിന്റെ തടി വെന്ത് ഇതിൽ കലർന്ന് മുഹാലിത്തായിട്ടുണ്ടാവും. അങ്ങനെ ആയാല് അത് തൊഹൂറല്ലാതായി മാറും. അങ്ങനെ തടി, ഈ വസ്തു പുഴുങ്ങാൻ ഉപയോഗിച്ച വസ്തുവിന്റെ തടി കലങ്ങിക്കൊണ്ട് ഈ വെള്ളത്തിൽ കലർന്നതായി അറിയപ്പെടാത്തിടത്തോളം ഇതിൽ തിളപ്പിക്കാൻ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എങ്കിൽ ആ വെള്ളം ഇപ്പോഴും തൊഹൂറ് തന്നെയാണ്. അത് എന്തായിട്ടില്ല, തൊഹൂര് മുത്തലക്കായ വെള്ളം എന്ന് പറയുന്നതിന് തടസ്സായിട്ടില്ല. അതെങ്ങനെ രൂപം? മുഖാലിത്തായിട്ട് എന്ന് പറഞ്ഞതിന്റെ കോലം അല്ലം യസ്ർ ഇലാ ഹദ്ദിൻ, ഈ വെള്ളം ഒരവസ്ഥയിലേക്ക് എത്താതിരിക്കണം. ലഹു ഇസ്മുൻ ആഖർ,
പുതിയൊരു പേര് അതിന് വരുന്ന നിലക്കുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കുക എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം, ചായവെള്ളം, അതല്ലെങ്കിൽ ചാറ്, ചായ, ഇങ്ങനെ മറ്റൊരു പുതിയ പേര് വരുന്ന നിലക്ക് അതിൽ അരി വെള്ളത്തിലിട്ട് നല്ലോണം തിളപ്പിച്ച് വേവിച്ചു, അരിയൊക്കെ ഊറ്റെടുത്ത് വെള്ളം മാത്രമേ ഉള്ളൂ. അതിനിപ്പോ കഞ്ഞി, ഈ അരി വെന്തിട്ട് ഇപ്പോൾ അതിന്റെ പേര് കഞ്ഞിന്നാ. അതിലൊറ്റ വറ്റുമില്ല, അരിയൊക്കെ പുറത്തെടുത്താണ്, എന്നാലും ഇപ്പൊ അതിന്റെ പേരെന്താണ്? കഞ്ഞിന്നാ. അതല്ലെങ്കിൽ ചായപ്പൊടി ഇട്ട് വെള്ളത്തില്, ചായപ്പൊടി അങ്ങനെ തന്നെ ഒരു സഞ്ചിയിൽ കെട്ടിയിട്ട് അട്ടീനെ സഞ്ചി അങ്ങനെ എടുത്ത് പുറത്ത് ഒഴിവാക്കി, എന്നാലും ഇവിടെ ഇപ്പൊ വെള്ളത്തിന് ചായ എന്നുള്ള പുതിയ പേര് വന്നില്ലേ? ഇങ്ങനെ മറ്റൊരു പുതിയ പേര് വരുന്ന ഒരവസ്ഥയിലേക്ക് ഇത് വരാതെ വെറുതെ നെല്ല് പുഴുങ്ങി ഉണക്കാൻ വേണ്ടിയിട്ട് നെല്ലൊന്ന് പുഴുങ്ങി അല്ലെങ്കിൽ ഗോതമ്പൊന്ന് പുഴുങ്ങി അതോടുകൂടി ഈ വെള്ളത്തിന് കഞ്ഞിവെള്ളം എന്നുള്ള പേരെന്തായാലും വരൂല. സാധനം വെന്ത് ഉടഞ്ഞ് ഇതിൽ ചേർന്നിട്ടുമില്ല. അങ്ങനെ വന്നാൽ ആ വെള്ളവും മുത്തലക്കായ വെള്ളം എന്ന് പറഞ്ഞതിൽ പെടും. ഇനി വെള്ളത്തിൽ കലരുന്ന വസ്തു ഷക്കഫീഷയിൽ ഒരു വസ്തു, വെള്ളത്തിൽ കലർന്ന ഒരു വസ്തുവിനെ പറ്റി ഒരാൾക്ക് സംശയമാണ്. ആ മുഹാലിത്തുൻ ഹുവ, ഇത് വെള്ളത്തിൽ കലർന്നു ചേരുന്നു എന്ന് പറയാൻ പറ്റുമോ? ആ മുജാവിറുൻ, അതല്ല അത് മുജാവിർ അയൽവക്കം കെട്ടുന്നതാണോ എന്ന് പറഞ്ഞാൽ വെള്ളവും വസ്തുവും വേർതിരിച്ച് കാണുന്ന ഇനത്തിൽപ്പെട്ടതാണോ, അല്ല രണ്ടും വേർതിരിച്ച് കാണാതെ കലർന്നു പോകുന്നതാണോ എന്ന് സംശയം നേരിട്ടാൽ ലഹു ഹുക്മുൽ മുജാവിരി, അയൽവക്കം കെട്ടുന്നതിന്റെ വിധിയാണ്. പുതിയൊരു പേര് വരാത്ത നിലക്ക് ഉള്ള പകർച്ചയൊക്കെ അധികരിച്ച പകർച്ചയാണെങ്കിൽ കൂടി വെള്ളം തൊഹൂറ് തന്നെ എന്ന്. ഇനി ഉപയോഗി വലിയ അൻഹു, വെള്ളം ഈ വസ്തുവിലേക്ക് ആവശ്യമില്ലാതായിരിക്കുന്നു, അങ്ങനത്തെ വസ്തു കലർന്ന് എന്ന് പറഞ്ഞത് കൊണ്ട് ഉറപ്പെട്ടു. കമാഫി മഖരിഹി മാ ലാ യുസ്തഗ്നാ അൻഹു, വെള്ളത്തിന് അനിവാര്യമായ ചില വസ്തുക്കൾ കൂടിക്കലർന്നാൽ അതുകൊണ്ട് വെള്ളം മുത്തലഖ് തന്നെയാവും, അത് മുസ്തഅമലിന്റെ ഹുക്മ് വരുന്നില്ല. ഇതുപോലെ കമാഫി മഖരിഹി വ മമരിഹി, വെള്ളം കെട്ടി നിൽക്കുന്ന കിണർ, കുളം പോലെയുള്ള സ്ഥലത്തുള്ള വസ്തു കണ്ട് വെള്ളത്തിന് പകർച്ച വന്നു. അല്ലെങ്കിൽ മമരിഹി എന്നാണ് വെള്ളം അങ്ങനെ ഒലിച്ചു വരികയാണ്, തോടോ ചോരയോ ഒക്കെ പോലെ വെള്ളം ഒഴുകി വരുന്ന സ്ഥലം, അത് ഒഴുകി വരുന്ന സ്ഥലത്തുള്ള വസ്തുക്കൾ കലർന്നിട്ട്, അപ്പൊ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തോ വെള്ളം ഒഴുകി വരുന്ന സ്ഥലത്തോ ഉള്ള വല്ല വസ്തുക്കളുമായി കലർന്നുകൊണ്ട് വെള്ളത്തിന് നിറമാറ്റമോ വാസന മാറ്റമോ രുചിമാറ്റമോ വന്നാൽ അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്താണ്? അത് വെള്ളത്തെ അങ്ങനെയല്ലാതെ കിട്ടൂല. മിന്നഹീൻ, ഉദാഹരണം ചളി, നേരത്തെ പറഞ്ഞ മണ്ണല്ല, ചളി, ചേറ് കലർന്ന് വാസനിക്കുന്ന ചളിയ, അങ്ങനത്തെ ചളിയുള്ള സ്ഥലത്ത് കൂടെ ഒലിച്ചു വരുന്നത് ഇപ്പൊ വെള്ളത്തിന് ആ വാസന വരും, അല്ലെങ്കിൽ ആ നിറം വരും. അല്ലെങ്കിൽ ചളിയുള്ള സ്ഥലത്ത് കെട്ടി നിൽക്കുന്ന വെള്ളമാണ്, കൈയിട്ടാൽ ഇളക്കിയാൽ വെള്ളം ചളി ഇളകും, അപ്പോൾ വാസന മാറും, അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം അത് വെള്ളത്തിലാണ്, വെള്ളം ഉണ്ടാകുന്ന മണ്ണിൽ തന്നെയാണല്ലോ, അപ്പൊ അത് ഒഴിവാക്കാൻ കഴിയില്ല. ഒത്തൊഹലുബിൻ മുത്തഫത്തിൻ, ആകെ കലർന്നു ചേരുന്ന കുളപ്പച്ച, കിബിരീത്തിൻ, ഗന്ധകം, ഗന്ധകഭൂമിയിൽ കെട്ടി നിൽക്കുന്ന വെള്ളമായാലും വേണ്ടിയില്ല, ഗന്ധകഭൂമിയിലൂടെ ഒലിച്ചു പോരുന്ന വെള്ളമായാലും വേണ്ടിയില്ല, അതൊക്കെ വെള്ളത്തിന് വാസന അല്ലെങ്കിൽ രുചി മാറി വരും. പിന്നെ അത് ഭൂമിയിലുള്ളതാണ്, വെള്ളത്തിൽ ചേർന്ന് വെള്ളം നിൽക്കുന്ന അല്ലെങ്കിൽ ഒലിച്ചു വരുന്ന സ്ഥലത്തുള്ളതാണ്, അത് ഒഴിവാക്കാൻ കഴിയില്ല. ഇനി ഒക്കെ തയ്യലി തൂലിൽ മക്സി, ദീർഘമായി വെള്ളം കെട്ടി നിന്നിട്ടുണ്ടാകുന്ന പകർച്ച. ഉദാഹരണം, ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറേ ദിവസം അങ്ങനെ വെച്ചു, കുറേ ദിവസം അങ്ങനെ വെച്ച് ഇനി ആ വെള്ളം മണത്തു നോക്കുമ്പോ എന്തോ ഒരു ദുർഗന്ധം ഉണ്ടാവും, ഒന്നും അതിന് വീണിട്ടില്ല. ഒരു സ്ഥലത്ത് ഇങ്ങനെ അതിന്റെ പ്രകൃതി ഉണ്ടാവുന്ന മണ്ണിലുണ്ടാവുമ്പോൾ വേറെ പ്രശ്നമില്ല. വെള്ളത്തിന് നമ്മൾ മണ്ണിന് കോരിയിട്ട് വേറെ ഏതോ പാത്രത്തിൽ സൂക്ഷിച്ച് അങ്ങനെ മാസക്കണക്കിന് സൂക്ഷിച്ച് പിന്നെ നോക്കുമ്പോൾ വെള്ളത്തിന്റെ വാസന മാറിയിട്ടുണ്ട്, ഒന്നും അതിന് വീണിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, തൊഴിൽ മുക്ത. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ, വറക്കിൻ ഇലകൾ കൊണ്ടുപോയിട്ടതാ, ഇടപെട്ടതാണ്, എന്നിട്ട് അത് ഉടഞ്ഞ് അലിഞ്ഞു ചേർന്നതാണെങ്കിൽ വെള്ളം പകർച്ചയാവും, വെള്ളം മുത്തലഖല്ലാതായി മാറും. എന്നാൽ ഇതങ്ങനെയല്ല, സ്വയം മുതിർന്നു വീണ ഇലയ,
ഇപ്പൊ എങ്ങനെ കിണറ്റിന്റെ അല്ലെങ്കിൽ കുളത്തിന്റെ വക്കിൽ ഉണ്ടായ മരം, അല്ലെങ്കിൽ അതിന്റെ സമീപത്തുണ്ടായ മരം, ആ മരത്തിൽ നിന്ന് പ്രകൃതിയ മരത്തിന്റെ ഇല പൊഴിഞ്ഞു വീണ് അല്ലെങ്കിൽ സമീപത്ത് വീണത് കാറ്റിൽ വന്ന് വീണ് അത് വെള്ളത്തിൽ കെട്ടി നിൽക്കുകയും അത് ചീഞ്ഞ് വെള്ളത്തിൽ അഴുകി ചേരുകയും ചെയ്താൽ അതുകൊണ്ട് വെള്ളത്തിന് കുഴപ്പമില്ല. കാരണം എന്താ, നിവർത്തിയില്ല. ഭൂമിയിൽ അങ്ങനെയാണല്ലോ, മരങ്ങളും ചെടികളും ധാരാളം ഉണ്ടാവും, അതിന്റെ ഇടയ്ക്കന്നെ കാരം വെള്ളം അതിലേക്ക് സ്വാഭാവികമായി മരത്തിൽ നിന്ന് വീഴുകയോ അല്ലെങ്കിൽ വീടോടത്തുനിന്ന് കാറ്റിൽ വന്ന് വീഴുകയോ ചെയ്താൽ മനുഷ്യൻ തടയാൻ കഴിയില്ല. അത് വെള്ളം തുഹൂറാവുന്നതിന് തടസ്സമല്ല. അവിടെ ഇൻകഫത്തത്ത ആ വീണ ഇലകള് ഉടഞ്ഞലിഞ്ഞ് ചേർന്ന് പോയിട്ടുണ്ട്. ഷജറത്തുമായി വെള്ളത്തിന്റെ സമീപത്തുള്ള മരമല്ല, കുറച്ച് ദൂരെയുള്ള മരമാണ്, എന്നാലും കുഴപ്പമില്ല, സ്വയം വീണതാണ്, ആള് കൊണ്ടേറ്റല്ല എന്നർത്ഥം. അതിപ്പോ എങ്ങനെ കുറച്ച് ദൂരമുള്ളവർക്ക് വീണോടത്തുനിന്ന് കാറ്റടിച്ചിട്ട് വന്ന് വീണ്, അങ്ങനെ കാറ്റത്ത് വന്നിട്ട് കുളത്തിലോ കിണറ്റിലോ ധാരാളം വിലകൾ വീണു, അങ്ങനെ ആ വീണത് അഴുകി വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നു. ഇപ്പൊ വെള്ളത്തിന് നിറം മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ രുചി മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ വാസന മാറിയിട്ടുണ്ട്, ഒക്കെ ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല. കാരണം എന്തുകൊണ്ട്, അത് ഇല്ലാതെ വെള്ളം കിട്ടാൻ പ്രയാസമുണ്ട് എന്നതുകൊണ്ട്. കുറച്ചുകൂടി അല്ലെങ്കിൽ നജസ് കൊണ്ട് പകർച്ച വന്നു. നേരത്തെ പറഞ്ഞ ത്വാഹിറായ കലർന്നു ചേരുന്ന വസ്തു കൊണ്ട് പകർച്ചയായി അധികരിച്ച പകർച്ച, വെള്ളം എന്ന് പറയാൻ പറ്റാത്ത നിലക്ക് അധികരിച്ച പകർച്ച വന്നാൽ അഫ്വില്ല. എന്നാൽ ഇപ്പറഞ്ഞതൊക്കെ അഫ്വ് ഉള്ളതാ. എങ്ങനെ, പ്രകൃതിയാൽ വെള്ളം കെട്ടി നിന്നുകൊണ്ടോ അല്ലെങ്കിൽ അത് ഒലിച്ചു വരുന്ന സ്ഥലത്തുള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ സൂക്ഷിക്കാൻ കഴിയാത്ത നിലക്ക് സ്വയം മുതിർന്നു വീണ അല്ലെങ്കിൽ കാറ്റത്ത് നിന്ന് വീണ ഇല ചീഞ്ഞ് അഴുകി കലർന്നത് കൊണ്ടോ ഒക്കെ അധികരിച്ച പകർച്ച വന്നാലും കുഴപ്പമില്ല. ഔ ബി നജസിൻ, അല്ലെങ്കിൽ നജസ് കൊണ്ട് പകർച്ച വന്നത് ഒഴിച്ച്. നജസ് കൊണ്ട് പകർച്ച വന്നാൽ പിന്നെ തുഹൂറല്ല, അല്ലെങ്കിൽ മുത്തലക്കായ വെള്ളമല്ല. അവിടെ വൈൻ കല്ലത്തവയൂറു, നജസ് കൊണ്ടുള്ള പകർച്ച എത്ര കുറഞ്ഞതാണെങ്കിലും ശരി, നജസ് കലർന്നിട്ട് കുറഞ്ഞൊരു വാസന മാറ്റമേ ഉള്ളൂ, അല്ലെങ്കിൽ കുറഞ്ഞൊരു നിറം മാറ്റമേ ഉള്ളൂ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ നിരക്കുള്ള രുചി മാറ്റമുള്ളൂ, എന്നാലും ആ വെള്ളം പിന്നെ നിന്നും പറ്റൂല. നജസ് കൊണ്ടുള്ള പകർച്ച എത്ര കുറഞ്ഞതാണെങ്കിലും പകർച്ച വന്നാൽ പിന്നെ ആ വെള്ളം പറ്റൂല. അവിടെ വരവ് കാനൽ മാവു, ഈ നജസ് കൊണ്ട് പകർച്ച വന്ന വെള്ളം ആയിരുന്നാലും കസീറൻ ധാരാളമായിരുന്നാലും പിന്നെ അതൊന്നിനും പറ്റൂല. അപ്പൊ നേരത്തെ പറഞ്ഞതൊക്കെ ത്വാഹിറായ വസ്തു കൊണ്ട് വെള്ളത്തിൽ കലർന്നിട്ട് വന്ന പകർച്ചയാണ്. അത് കുറഞ്ഞതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സൂക്ഷിക്കാൻ പറ്റുന്നതാണെങ്കിൽ അധികരിച്ചതാണെങ്കിൽ കുഴപ്പമാണ്, സൂക്ഷിക്കാൻ പറ്റാത്ത പ്രയാസമുള്ളതാണെങ്കിൽ അധികരിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ത്വാഹിറായ വസ്തു കലർന്നു കൊടുത്താം. നജസ് കലർന്നിട്ട് കുറഞ്ഞ പകർച്ച വന്നാലും വെള്ളം നജസാണ്. അവിടെ അധികരിച്ച വെള്ളമെന്നോ കുറഞ്ഞ വെള്ളമെന്നോ യാതൊരു വ്യത്യാസവുമില്ല. നജസ് കൊണ്ട് പകർച്ച വന്നാൽ എത്ര വലിയ പുഴയിലെ വെള്ളമാണെങ്കിൽ പോലും അല്ലെങ്കിൽ വലിയ അമ്പലക്കുളത്തിലെ വെള്ളമാണെങ്കിൽ പോലും നജസ് കൊണ്ട് വാസന മാറുകയോ നിറം മാറുകയോ രുചി മാറുകയോ ചെയ്താൽ ആ വെള്ളം പിന്നെ ഉപയോഗിക്കാൻ പറ്റൂല. ഈ കസീർ ഖലീൽ എന്നൊക്കെ പറഞ്ഞെന്താ, ഈ കുല്ലത്തേനി ഔഹ്സറാൻ, 2 കുല്ലത്ത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉള്ളതിനാണ് അധികരിച്ചത് തന്നെ. നമ്മൾ പറഞ്ഞല്ലോ, സാങ്കേതികമായി ഫിഖ്ഹിന്റെ ഒരു പ്രയോഗമാണ്. കുറഞ്ഞത്, വെള്ളത്തെ സംബന്ധിച്ച് കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ 2 കുല്ലത്തിൽ താഴെയുള്ളത് എന്നാണ്. വെള്ളത്തെ സംബന്ധിച്ച് അധികരിച്ചത് എന്ന് പറഞ്ഞാലോ 2 കുല്ലത്തോ അതിൽ കൂടുതലോ ഉള്ളത് എന്നാണ്. ഫി സൂറത്തി തഗയ്യുരി ബിത്വാഹിരി വന്നജസി, നജസ് കൊണ്ട് പകർച്ചയാകുക താഹിർ കൊണ്ട് പകർച്ചയാകുക എന്ന 2 രൂപത്തിലും കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ 2 കുല്ലത്തിൽ താഴെയുള്ളത് എന്നും അധികരിച്ചത് എന്ന് പറഞ്ഞാൽ 2 കുല്ലത്തോ അതിൽ കൂടുതലോ ഉള്ളത് എന്നുമാവുന്നു. അവിടെ നോട്ടല്ലേ, ലൈവ് വരാൻ സാധ്യതയുണ്ട്, ഇതിന്റെ ടൈമും ഏകദേശം ആയിട്ടുണ്ട്. അതുകൊണ്ട് ദർസ് ഇവിടെ നിർത്തുകയാണ്. ലൈവ് വരുന്നത് വരെ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ സംശയം ചോദിച്ചുകൊണ്ട് കുറച്ച് സമയം പോവുക. അതിൻ്റെ ഇടയ്ക്ക് ലൈവ് ആയിട്ടുണ്ടെങ്കിൽ ലൈവ് കൊടുക്കുന്ന സുഹൃത്തുക്കൾ കൈപൊക്കിയാൽ നമുക്ക് അപ്പോൾ പെട്ടെന്ന് തന്നെ നിർത്തുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന്റെ ദീനിൽ നാഫിയായ ഇൽമ് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്കൊക്കെ അള്ളാഹു തമ്പുരാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരുടെയും മശായിഖന്മാരുടെയും ഒക്കെ ബറക്കത്തുകൊണ്ട് അള്ളാഹു തആല നമ്മുടെ ഇൽമിൽ ബറക്കത്തും നഫ്ഉം രണ്ടു വീട്ടിലും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് വിടുകയാണ്. ലൈവുകാരുണ്ടെങ്കിൽ ലൈവുകാർക്ക് മൈക്ക് എടുക്കാം, ഇല്ലെങ്കിൽ ലൈവ് വരുന്നത് വരെ ചോദ്യോത്തരായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യാം. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ ഉസ്താദ്? ഒരു ചോദ്യവും ഇവിടെ വന്ന ചോദ്യമാണ്. റേഡിയോ ശ്രോതാവാണ് ഞാൻ. പുതിയതായി ഗൾഫിൽ വന്നപ്പോൾ ഖിബ്ല അറിയാതെ അല്പം തെറ്റി നിന്ന് നിസ്കരിച്ചു. പിന്നീട് ആണ് ശരിക്കും ഖിബ്ല മനസ്സിലായത്. ആദ്യം നിസ്കരിച്ചതിൽ നിന്നും അല്പം വ്യത്യാസത്തിൽ ആയിരുന്നു ഖിബ്ല. ആ നിസ്കാരങ്ങൾ മടക്കി നിസ്കരിക്കണോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഇൻഷാ അല്ലാഹ് ഇതിന് ശേഷം വേറൊരു ചോദ്യം കൂടി ഇദ്ദേഹത്തിൻ്റെതായിട്ട് തന്നെ ഉണ്ട്. റേഡിയോ ശ്രോതാവിനെ ഞാൻ പിന്നെ ചോദിക്കും. മൈക്ക് വിട്ടു. ഷമീമ ഊരിനെ കാണുന്നുണ്ട്. ലൈവിലായെങ്കിൽ ഷമീമെ കൈ വെക്കണം. അപ്പൊ ഞങ്ങൾ നിർത്തും. ഇസ്ലാമിന്റെ നിയമപ്രകാരം ഒരു സ്ഥലത്ത് എത്തിയാൽ ഖിബിലയെ സംബന്ധിച്ച് ഇജ്തിഹാദ് ചെയ്യണമെന്ന, ഖിബില ഏത് ഭാഗത്തേക്കാണ് എന്ന് ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഇജ്തിഹാദ് കൊണ്ട് ഖിബിലയാണെന്ന് മനസ്സിലാക്കി നിസ്കരിച്ചതിന് ശേഷം രണ്ടാമതൊരിക്കൽ ഇജ്തിഹാദ് ചെയ്തപ്പോൾ ആദ്യത്തേത് കുറച്ച് ശരിയല്ലായിരുന്നു, ഇപ്പോഴത്താണ് ശരി എന്ന് ബോധ്യപ്പെട്ടാൽ അങ്ങനെയും നിസ്കരിക്കാം. പിന്നെയും ഇജ്തിഹാദ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ വരുമ്പോൾ ഇജ്തിഹാദ് ചെയ്തിട്ട് നിസ്കരിച്ചാൽ അപ്പോൾ ഇജ്തിഹാദ് ചെയ്തത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടതനുസരിച്ച് നിസ്കരിക്കാം. ഇതാണ് ഇജ്തിഹാദിന്റെ വിധി. അതേ സമയത്ത് ആദ്യം ഇജ്തിഹാദൊന്നും ചെയ്യാതെ ഏതാണ്ട് സുമാറ് വെച്ച് നിസ്കരിച്ചു, പിന്നീട് അത് ശരിയല്ലായിരുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ, നേരത്തെ നിസ്കരിച്ചിരുന്നത് ശരിയല്ലായിരുന്നു എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ആ നിസ്കാരങ്ങൾ മടക്കി നിസ്കരിക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഉസ്താദ്. മറുപടി പറഞ്ഞ് സന്തോഷമുണ്ട് ഉസ്താദ്. ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്, ഒരാളെ ഉളു എടുത്തതിന് ശേഷം ഒരു പൂച്ച അടുത്തുണ്ടായിരുന്നു. ആ പൂച്ചയെ ഓടിക്കുമ്പോൾ അയാളുടെ മുൻകൈയിൻ്റെ പള്ള ആ പൂച്ചയുടെ മണിക്ക് തട്ടി, ഉൻസൈന് തട്ടി. എങ്കിൽ ഉളു മുറിയുമോ എന്നതാണ്. കാരണം ഈ ഉളു മുറിയുന്നതിൽ ഈ മുടിയൊക്കെ ഒഴിവാക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പൂച്ചയുടെ അല്ലെങ്കിൽ ആടിൻ്റെ മണിയിലെല്ലാം രോമം ഉണ്ടാവും. ആ രോമം തൊട്ടാൽ ആണോ ഉളു മുറിയുക, അല്ലെങ്കിൽ അങ്ങനെ മുറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഷേവ് ചെയ്തിട്ടാണോ തൊടേണ്ടതെന്ന് ചോദിച്ചു. വിശദീകരിച്ചാൽ നന്നായിരുന്നു. ജസാക്കുമുല്ലാഹു. അസ്സലാമു അലൈക്കും. ഷമീം എത്തിയിട്ടുണ്ട്, ലൈവായി കാണണം. മനുഷ്യന്റെ തന്നെ വൃഷ്ണങ്ങൾ തൊട്ടാൽ ഉളു മുറിയില്ല, ലിംഗം തൊട്ടാൽ മാത്രമേ മുറിയുള്ളൂ. അതേ സമയത്ത് മൃഗങ്ങളുടെ ഏത് മൃഗത്തിന്റെ ഗുഹ്യസ്ഥാനം തൊട്ടാലും ഉളു മുറിയില്ല. അത് പൂച്ചയായാലും വേണ്ടിയില്ല, ആടായാലും വേണ്ടിയില്ല, മറ്റ് ജീവിജാലങ്ങളായാലും വേണ്ടിയില്ല, അവരുടെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഉളു മുറിയില്ല. മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഉളു മുറിയും എന്ന് പറയുന്നത് ഈ ആണുവർഗത്തിന്റെ വൃഷ്ണങ്ങളിൽ തൊട്ടാൽ ഉളു മുറിയില്ല, ലിംഗത്തിന്മേൽ തൊട്ടാൽ മാത്രമേ ഉളു മുറിയുകയുള്ളൂ. അത് തന്നെ മുൻകൈയിന്റെ പള്ള കൊണ്ട് തൊട്ടാല് എന്ന് പറഞ്ഞാൽ രണ്ട് കൈ പരസ്പരം കൂട്ടി വെച്ചാൽ കൂടുതൽ തമ്മിൽ ചേരുന്ന സ്ഥലം. അതുകൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം എന്ന് പറയുമ്പം ലിംഗം തൊടുക, അല്ലെങ്കിൽ പിന്ദ്വാരത്തിന്റെ ആ ദ്വാരത്തിന് നേരെ തൊടുക, എന്നാൽ മാത്രമേ ഉളു മുറിയുള്ളൂ. മനുഷ്യന്റെ തന്നെ വൃഷ്ണങ്ങളിൽ തൊട്ടാൽ ഉളു മുറിയില്ല. പിന്നെ മൃഗങ്ങളുടെ വൃഷ്ണങ്ങളിൽ തൊട്ടാൽ ഉളു മുറിയില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല.
ചുരുക്കുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ തുടരും റബ്ബ് തൗഫീഖ് ചെയ്താൽ നാളത്തെ ക്ലാസ്സിൽ. ഇന്ന് ഷമീം എത്തിയിട്ടുണ്ട്. ലൈവ് നമ്മളെ പ്രധാനപ്പെട്ട ഒരു ലൈവാണ്. അല്ലാഹു തആല അത് നല്ല നിലക്ക് കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് ചെയ്യുന്നുണ്ട്. മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. ആദരണീയരായ സാദാത്യങ്ങൾ,